വിവാഹം കഴിച്ച 2 അതിഥികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. സജിത ബേട്ടിയും ഷമാസ്. നമസ്കാരം. എന്തുണ്ട് ഷമാസ്, വിവാഹ വിശേഷം? നല്ല വിശേഷം. എവിടുന്ന് കിട്ടി ഞങ്ങളുടെ ഈ കുട്ടിയെ? എങ്ങനെ കിട്ടി? എങ്ങനെയാ നിങ്ങൾ പരിചയപ്പെടുന്നത്? അറേഞ്ച് മാരേജ് ആയിരുന്നു. ആണോ? പ്രണയിച്ചവരാണോ? അയ്യോ അല്ല. ആഹാ, അത് ശരി. അതെ, വളരെ ഓർത്തഡോക്സ് ഫാമിലി അല്ലേ? ഒരു സിനിമയിൽ നിന്നൊരു കുട്ടിയെ എടുക്കുമ്പോൾ ഒരു ആലോചന ഉണ്ടാവില്ലേ? പൊതുവെ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഏരിയയിലൊക്കെ. ഞാൻ ബേട്ടിയെ കണ്ടത്. ബേട്ടിയല്ല, മോളിനെ വിളിക്കല്. മോളും തന്നെ വിളിച്ചോളൂ. അതുകൊണ്ട് ഞാൻ ഇല്ലാതാക്കണ്ട. ഞാൻ വാവച്ചിന്ന് വിളിക്കും, മോളൂന്ന് വിളിക്കും. സാധാരണ ഞങ്ങൾ അജി, സുനിയെ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ഉറുദു മുസ്ലിമാണല്ലോ, അപ്പം ഞങ്ങൾ ഒരു മലബാരിയാണ്. പക്ഷെ എന്നാലും അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഞങ്ങളിൽ 2 രീതിയിലുള്ള വിളിയില്ല. ഞാൻ വാവാച്ചിന്ന് വിളിക്കും, എന്നെ മോളൂന്ന് വിളിക്കും. അതെനിക്കിപ്പോൾ എല്ലാവരും വീട്ടിലും ഉമ്മ അപ്പൊക്കെ അതിനെ വിളിക്കില്ലേ, വാവച്ചി എവിടെ മോളു എന്ന് ചോദിക്കുന്നത്. സജിതയ്ക്ക് ഇപ്പോ ആ ഭാഷ വന്നു തുടങ്ങിയോ? അല്ലേ? ആ, എനിക്ക് വരുന്നുണ്ട്. അത് ശരി, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ ഭാഷ പഠിച്ചോണ്ടിരിക്കുകയാണോ? അങ്ങനെയില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എവിടുന്ന് വന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാലും മലബാറിൽ വന്നു കഴിഞ്ഞാൽ ആ ഭാഷ പഠിച്ചു. ഇവർ തലശ്ശേരിയാണല്ലോ. ഉമ്മാന്റെ നാട് തലശ്ശേരിയാ, ഇവർ വന്നിട്ട് വയനാടാണ്. ഉപ്പ വന്ന് കണ്ണൂർ ഇരട്ടിയാ. അപ്പോ ഇരട്ടി ഭാഷ വേറെയാ. പക്ഷെ എന്നാൽ തലശ്ശേരി ഭാഷയാണ് വാവച്ചി കൂടുതലും പറയുന്നത്. ഉമ്മ അതാ എന്നോട് പറയുന്നത്. അപ്പൊ പിന്നെ ഞാനും. പക്ഷെ ആലപ്പുഴ വരെ മമ്മിക്ക് കൺഫ്യൂഷനാവും. മമ്മി പറയും, അതാ എന്റെ മോള് ഫുൾ മലബാറിയായി, ഹിന്ദിയൊന്നും പറയലേ ഇല്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഈ മലബാർ ഭാഷ പറയുമ്പോ ആദ്യം അവിടെ ചെന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നോ ഇത് ഫോളോ ചെയ്യാൻ? എനിക്ക് വാവച്ചിന്റെ കുഴപ്പമില്ല. കാരണം ഒരു 1 ഇയർ ഗ്യാപ്പ് ഉണ്ട്. ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. അങ്ങനെ ഉമ്മ പറയുമ്പോ തീരെ മനസ്സിലാവൂല. ഉമ്മാന്റെ അടുത്ത് ബെങ്കി ഒക്കെ പറയുമ്പോ മനസ്സിലാവില്ല. പിന്നെ ഇങ്ങനെ ഓരോന്ന് കീന്ന് പറയും. കീന്ന് വെച്ചാൽ ഇറങ്ങുന്നല്ലേ, ഇറങ്ങുന്നല്ലേ വേഗം എവിടെയെങ്കിലും പോവാൻ വേണ്ടിട്ട് ബെങ്കി അതൊന്ന് പറഞ്ഞു. അതെന്നെ എന്നോട് ചോദിക്കുന്നത് എനിക്കറിയില്ല. മലയാളല്ലേ? മലയാളമാണ്. തലശ്ശേരി ഒരു ഡിക്ഷണറിയിലും കാണില്ലല്ലോ ഈ വാക്ക്. അതൊക്കെ രസമാണ്. ബെങ്കി വെച്ചാൽ വേഗം വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങിയെന്ന് ബേങ്കിന്ന് പറയുന്നത്. പിന്നെ കിയാക്കി ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിന്ന് പറയും. അപ്പൊ താഴോട്ട് ഇങ്ങനെ വീമ്പ് ബൂമ്പ് എന്ന് പറയുള്ളൂ. ഞാൻ വേഗം ഇറങ്ങി ഇതാ നടന്നൊക്കെ പറയും. വേറെ ഏതോ ഭാഷ പോലെ ഉണ്ടല്ലേ ചില സംഭവം. പിന്നെ ഉമ്മക്ക് കുറേയേറെ മാറ്റാലുമുണ്ട്. എന്നാലും ഞാൻ മനസ്സിലാക്കി എടുക്കും. ഞാൻ ചോദിക്കും എന്തൊക്കെയാന്നൊക്കെ ചോദിക്കുമ്പോ പറയും കളിയാക്കുന്നതാണ്. ഞാൻ അല്ലമ്മ, ഞാൻ പഠിക്കുക, സത്യമായിട്ടും പഠിക്കാന്ന് പറയും. പക്ഷെ അത് തോന്നും കളിയാക്കുന്ന അല്ല. പക്ഷെ രസാ, കേൾക്കാൻ രസാ. എങ്ങനെ ഉമ്മ സജിതയെ സെലക്ട് ചെയ്തത് എങ്ങനെയാണ് ശരിക്കും? TV കൂടെ കണ്ടിട്ടാണോ? TV കൂടെ മുമ്പ് കാണാറുണ്ടായിരുന്നു. പിന്നെ പ്രപ്പോസലിങ് വന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ നോക്കി. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ മോള്. ശരിക്കും പറഞ്ഞാൽ എന്റെ വാച്ച് ഭയങ്കര സൈലന്റാ. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം. മാത്രമല്ല ഞാൻ നോക്കുന്നത് ടെൻഷൻ ഉണ്ടോ. സൈലന്റാ വാവച്ചി. വീട്ടിലെ മക്കൾ എനിക്ക് തോന്നുന്നതില് വാവച്ചി സൈലന്റ്. എത്ര പേരുണ്ട് വീട്ടിൽ കൂടെ? 4 പേരുണ്ട്. 2 ബ്രദേഴ്സ്, ഒരു സിസ്റ്റേഴ്സ്. ഒരു സിസ്റ്റർ. ബ്രദർ മസ്കത്തിലാണ്. പിന്നെ ഒരു അനിയൻ എറണാകുളത്ത്. സിസ്റ്റർ BCom പഠിക്കും. എന്ത് ചെയ്യുന്നു ഷമാസ്? എന്ത് ബിസിനസ്സാ? ഓക്കെ. ഇവിടെ തന്നെ അതോ പുറത്തോ? പുറത്തും ഇവിടെ നാട്ടിലും ചെയ്യുന്നുണ്ട്. എനിക്ക് നാട്ടിലാ ഇഷ്ടം. ഞാൻ പുറത്തേക്ക് വിടും. എനിക്ക് ഇഷ്ടമല്ല ഗൾഫ് എന്ന് പറയുന്നത്. നാടാകുമ്പോൾ എപ്പോഴും പേരൻസിന്, എൻ്റെ പേരൻസ് മാത്രമല്ല ഒപ്പരം ഇവരുടെ പേരൻസ് ആണെങ്കിലും കുറച്ച് എന്താ പറയാ, ഒറ്റപ്പെട്ടു പോകില്ല. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇഷ്ടമാണോ അഭിനയിക്കുന്നത്? സത്യമായിട്ട് പറ. സത്യം മനസ്സിന് തുറന്ന് പറ. ഇഷ്ടമാണ്. എന്റെ ഉമ്മ പറയലുണ്ട്, ഫാമിലി പേര് വിരുന്ന് പോകുമ്പോഴും പറയും, അമ്മ ഷമാസ് സെലിബ്രിറ്റി കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷാ. പക്ഷെ ഷമാസ് വായ തുറക്കിയില്ല പോലും. ഇപ്പൊ എന്റെ നാത്തൂനുണ്ടല്ലോ ആമിന ഷമാ, ഞാൻ ഭയങ്കര സംസാരമാണ്. പക്ഷെ വാവച്ചി സൈലന്റ്. ഇപ്പൊ എന്റെ സിസ്റ്റർ ഉണ്ടല്ലോ ആമിന ഷംന എന്ന പേര്,
ഓളിപ്പോൾ ഹോസ്റ്റലിൽ സാറ്റർഡേ സൺഡേ വന്ന് തന്നെയും ഇവിടെ വീട്ടിലുണ്ടെന്നറിയാം. എന്നെ കാണാൻ കുറേ ആരാധകർ വരും. അപ്പോൾ ചോദിക്കും, അല്ല അനിയത്തി എവിടെ? ഞാൻ കുളിക്കുക. ഓക്കെ, അത് അനിയത്തി എവിടെ? അയാൾ പഠിക്കുക. സംഭവം എന്നോട് തന്നെ ബാബി എന്ന് ഒരു മോർണിംഗ് ടു ഈവനിങ് ആണെങ്കിൽ ഒരു 2 വർഷം ഒരിക്കൽ എന്തെങ്കിലും ചോദിക്കുന്നതാണ്. സംസാരമേ ഇല്ല. അങ്ങനെയുള്ള ഒരു കൂടുതൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു വാവച്ചി ഭയങ്കര എൻ്റെ കൂടെ വന്നിട്ട് ഇപ്പം ഇത്രയും സംസാരിച്ചത് ഞാൻ ഇങ്ങനെ അത്ഭുതത്തോട് നോക്കിയത്. ഏതൊക്കെ സീരിയൽ കണ്ടിട്ടുണ്ട് സജിതയുടെ? നമുക്ക് എന്തെങ്കിലും സംസാരിപ്പിച്ചെടുക്കണമല്ലോ. തീർച്ചയായും അല്ലേ? സീരിയല് അലാവുദ്ദീൻ, അത്ഭുതവിളക്ക്. പിന്നെ അങ്ങനെ TV ഈ ഉമ്മ ഇങ്ങനെ ഒരു കുട്ടിയെ നോക്കിയിട്ടുണ്ട് എന്ന് അങ്ങോട്ട് പറയുമായിരുന്നു, അതോ മോന് ഇഷ്ടമുണ്ടെങ്കിൽ മതി എന്ന് പറയുമായിരുന്നു? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ വീട്ടിലാലോചിച്ചു. പിന്നെ ആദ്യം പിന്നെ ഷമാസാണോ അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ഇതിന് മുമ്പ് ഒരു ബ്രദർ ഉണ്ട് കേട്ടോ. അവരുടെ കല്യാണം നോക്കി വന്നപ്പോഴാണ് ഞാൻ വന്നത്. സത്യം പറഞ്ഞാല് ബ്രദറിന് ഒരു പ്രപ്പോസൽ നോക്കുകയാണ്. ബ്രദർ വന്നിട്ട് മസ്കറ്റിലാണ്. അവരപ്പോൾ ആൾക്ക് കല്യാണം ആലോചന നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് മാട്രിമോണി അല്ലെങ്കിൽ ബ്രോക്കർ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മളിപ്പോൾ ഒരു കല്യാണം അങ്ങനെ നോക്കി നിന്ന സമയത്താണ് എൻ്റെ പ്രപ്പോസൽ അവർക്ക് വന്നത്. അപ്പം നോക്കിയപ്പോൾ ബ്രദറിന് എനിക്ക് തോന്നുന്നു മാച്ചായി കാണത്തില്ലായിരിക്കാം. പക്ഷെ അത് ഉമ്മ പെൻഡിങ് ആയിട്ട് വെച്ചു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷമാസിന് നോക്കാം, ഓക്കെയാണ്. കാരണം എന്നെ കണ്ടത് പർദ്ദൊക്കെ ഇട്ടിട്ടാണ്, സെലിബ്രിറ്റി ആയിട്ടല്ല. ഉമ്മായാണെങ്കിൽ ഉപ്പാണെങ്കിൽ ഫാമിലി ഇതാ. അവരങ്ങനെ അധികം എൻ്റെ സീരിയൽസ് ഒന്നും കണ്ടിട്ടില്ല. കണ്ടു കാണുമായിരിക്കും. പിന്നെ ഉമ്മ എന്ന് പറഞ്ഞാൽ കൂടുതലും തലശ്ശേരി പക്ക ഓർത്തഡോക്സാണ്. എന്ന് വെച്ചാൽ ഫുൾ നിസ്കാരം അങ്ങനെ. ഉപ്പ എന്ന് പറഞ്ഞാൽ പട്ടുമാല് പ്രോഗ്രാംസ് എല്ലാം കാണുന്ന കൂട്ടത്തിലാണ്. അപ്പം രണ്ട് തലമാണ്, കണ്ണൂർ ഇരട്ടിയും തലശ്ശേരിയാണ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഷമാസ്കക്ക് വേണ്ടിയിട്ട് വാവച്ചിക്ക് വേണ്ടിയിട്ട് മാറ്റി. അപ്പോൾ അതിപ്പോൾ എൻഗേജ്മെന്റ് എത്രയായി കഴിഞ്ഞിട്ട്? സെപ്റ്റംബർ 11 11-നായിരുന്നു എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതിന് മുമ്പ് അവർ പ്രപ്പോസൽ കണ്ടുവച്ചതിന് ശേഷം എൻ്റെ ഫാമിലിയോടൊന്ന് സംസാരിച്ചു. ഞങ്ങളുടെ വീട്ടിലൊന്നും പറിച്ചിട്ടൊന്നുമില്ല. അവരിഷ്ടപ്പെടുന്ന ആരും അത് അക്സെപ്റ്റ് ചെയ്യാത്ര സെലിബ്രേറ്റിനോട് പരിഗണനയൊന്നുമില്ല. അപ്പോൾ ഞാൻ ശരിക്കും കാണുന്ന എൻഗേജ്മെൻറ്റ് പെണ്ണ് കാണാൻ വന്നു. അന്നേരം മോതിരം മാറുന്ന അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഫിക്സ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ കാണാൻ വരുന്നു എന്ന് മാത്രമേ പറഞ്ഞു, ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ആരോ എന്തോ സാധാരണ പെൺകുട്ടി പോയി നിന്നു. പക്ഷെ അവർ വന്നു, ഇഷ്ടപ്പെട്ടു, തലയിൽ പൂ വെച്ചു, ഗോൾഡൊക്കെ ഇട്ട് ഫിക്സ് ചെയ്തു. അങ്ങനെയാണോ അത് ഫിക്സ് ചെയ്യുന്നത്? ഞങ്ങളുടെ ദിവസത്തിൽ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ വരിക, മധുരം തരുമ്പോൾ ലഡുവോ എന്തെങ്കിലും സ്വീറ്റ്സ് തരും. പിന്നെ അമ്മായിമ്മ തന്നെ. എന്നിട്ട് പിന്നെ മോതിരമാണോ എന്താക്കൊണ്ടെങ്കിൽ സെറ്റ് മോതിരമൊക്കെ ഇട്ടായിരുന്നു, പേര് റിങ്ങിട്ട്. പിന്നെ തലയിൽ പൂ വെച്ചപ്പോൾ തന്നെ കൺഫേം ആണ് അവർക്ക് ഇഷ്ടപ്പെട്ട. ഇവർക്ക് വന്നിട്ട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായെങ്കിലും ചേട്ടൻ്റെ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിടും, അത് ഞങ്ങൾ അറിയുന്നില്ല. പിന്നീട് അവർ വന്നു, പെണ്ണ് കാണുന്ന അന്ന് പറഞ്ഞു ഇങ്ങനെ ഷൂട്ടുണ്ട്, അത് വേണ്ട പോണ്ട, ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആരാ എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ഒന്നും ചോദിച്ചില്ല. അങ്ങനെ വന്നതിന് ശേഷം അവർ ഒന്ന് ഇഷ്ടപ്പെട്ടു, മധുരം തന്നു, തലയിൽ മുല്ലപ്പൂ വെച്ചു. പപ്പ തിരിച്ചതുപോലെ റിങ് വാവാച്ചിക്ക് പപ്പ ഇട്ട് കൊടുത്തു. എൻ്റെ അമ്മായിമ്മ എന്നെയും മോതിരം മാറി കൺഫേം ചെയ്തു. പിന്നെ ഡേറ്റ് ഒന്നും ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ബ്രദറിൻ്റെ. അപ്പം ഇവർ വരുന്നതിന് മുമ്പ് ബ്രദറിന് കൺഫേം ആയായിരുന്നു. അപ്പോൾ ചെയ്ത് ആദ്യം എൻ്റെ ചടങ്ങാണ് വന്ന് ചെയ്തിട്ട് പോയത്. അവിടെ പോയി കണ്ട് അത് ഫിക്സ് ചെയ്തിട്ട് എന്നെ ഫിക്സ് ചെയ്തത്. എന്നിട്ട് പിന്നെ ജൂലൈയിൽ കാണാൻ വരുമ്പോൾ ഷമാസ് ഉണ്ടാവില്ല. അന്ന് വന്നപ്പോൾ വാച്ച് ഉണ്ടായിരുന്നു. അല്ല, അതിന് മുൻപ് ഇങ്ങനെ ഇവർ കാണാൻ വരുന്നു, ഇതാണ് ആളെന്ന് ഒന്നും ഫോട്ടോ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന ആളാണെന്ന് ഫോട്ടോ കാണിക്കലോ ഒന്നും നടന്നിട്ടില്ല. സെലിബ്രേറ്റ് അങ്ങനെ ഞാൻ പറയാം. കാരണം എൻ്റെ 2 സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞതും അവരിഷ്ടപ്പെട്ട ആള് ഞങ്ങളുടെ അങ്ങനെ സിസ്റ്റം എന്നല്ല, രീതി അങ്ങനെയാണ്. കാരണം നാട്ടിൻപുറത്തിൽ പറയുമ്പോൾ ഹിന്ദുസിന് ഞങ്ങൾ മുസ്ലിംസിലും പേരൻസാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ പറഞ്ഞു പെണ്ണ് കാണാൻ വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സാധാരണ ഒരു ചുരിദാർ ഇട്ട്, ഞാൻ സാധാരണ പെൺകുട്ടി മേക്കപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ കുട്ടിയെടുത്ത് നിന്നു. അപ്പോൾ ഇവർക്കറിയാം. എന്നിട്ട് വന്നിട്ട് അവർ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കൺഫേം ചെയ്യാൻ വലിയ ഫംഗ്ഷൻ അടൊന്നും വെക്കുന്നില്ല, ബ്രദറിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തലയിൽ പൂവും വെച്ച് ബാക്കി ചടങ്ങും ചെയ്ത് അവർ പോയി. അപ്പോൾ അതിന് മുമ്പ് ബ്രദറിൻ്റെ കൽക്കത്തയിലാണ് ബ്രദറിൻ്റെ വൈഫ്, പേര് സൈമ എന്നാണ്, ബ്രദറിൻ്റെ പേര് നവാസ് എന്നാണ്. അപ്പോൾ അവരെ കല്യാണം ജൂലൈയിൽ കഴിഞ്ഞു. ജൂലൈ 16, ഓഗസ്റ്റ് 26 ഞങ്ങളുടെ. ചേട്ടൻ നിൽക്കുമ്പോൾ അതിനും കേട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ ഒരു 1 ഇയർ ഗ്യാപ്പിൽ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു എന്നേ ഉള്ളൂ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ്. പിന്നെ ഞാൻ കാണുന്നത് നിക്കാഹിൻ്റെ എന്നാണ് കാണുന്നത്. 2 പ്രാവശ്യം വാവച്ചി കണ്ടിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും ചോദിക്കലുണ്ടല്ലോ മാരേജ് ആണോ, ഞങ്ങളുടെ ഡ്രസ്സിങ്ങും രീതി ശൈലിയെല്ലാം കാണുമ്പോൾ റോഡിൽ പോകുമ്പോൾ അവരെ കാണുന്നൊക്കെ ചോദിക്കും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആണ്. അതാ വലിയ കോമഡി. എല്ലാവരും ചോദിക്കില്ല സിസ്റ്റർ ബ്രദർ സിസ്റ്റർ പോലെ ഉണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസം പപ്പൻ്റെ ബാങ്കിൽ പോയി. പപ്പൻ്റെ പപ്പ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു മധ്യ MP എന്നുള്ള ആളാണ്. അവർ വന്നപ്പോൾ
ആൾക്ക് കാണണം പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ അവിടെ ഒരു ഏതോ പുറത്തുനിന്നൊരു ടീമെന്ന് വെച്ചാൽ ഓ ഇത് ബ്രദറാണല്ലേ സജിത എന്ന് പറഞ്ഞേ. ഞാനൊന്നും കൊണ്ടില്ല, അവര് അല്ല എൻ്റെ ഹസ്ബൻഡാ. അയ്യോ കാരണം എൻ്റെ ബ്രദർ ഇങ്ങൾക്ക് ഇങ്ങനെയാ, 2 ബ്രദേഴ്സ് ഇതുപോലെ തന്നെയാണ് കാണാൻ. അവർക്ക് മാറിപ്പോയി. ചിലവർ മാറിയിട്ടൊന്നും അല്ല, അല്ലാതെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞില്ലെന്നേ ഉള്ളേ സിസ്റ്റർ ബ്രദറിനെ പോലെ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരേ കളർ ഡ്രസ്സാണ് ഇടുന്നത് ആണോ? ദൈവമേ, കുറെ ഡ്രസ്സ് വേണമല്ലോ ഒരു ദിവസം. ഇപ്പൊ എനിക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ എന്ത് ചെയ്തു? ഷൂട്ടിങ്ങിന്റെ ഡ്രസ്സും അല്ലാതെ എനിക്കിപ്പോൾ അധികം വാങ്ങേണ്ടി വരില്ല. കാരണം വാവച്ചി ശരിക്കും വാവച്ചിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് നിൽക്കുന്നത് ബ്ലാക്കും വൈറ്റും മാത്രമേ ഉപയോഗിക്കുള്ളൂ. വൈറ്റാണ് മെയിൻ, ഉപയോഗിക്കലേ വേറെ കളേഴ്സ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം മാറ്റിയെടുത്തൊന്നും അല്ല കേട്ടോ, മാറ്റിയെടുക്ക് വേണ്ടി മാറ്റിയതല്ലേ അല്ലേ? അതിനു വേണ്ടിയല്ലേ മാറ്റിയത് ആണോ? ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിക്കുകയല്ലേ? ഉപയോഗിക്കും, വാവച്ചി ഉപയോഗിക്കും. പക്ഷെ ഇപ്പൊ എന്താ പറയാ, എനിക്ക് ഡ്രസ് മാച്ച് വന്നപ്പോ പക്ഷെ എന്നാലും അത് ആണുങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു കളറൊക്കെ ആയിരിക്കണ്ടേ? നമുക്ക് പെണ്ണുങ്ങൾക്ക് എന്ത് കളർ വേണമെങ്കിൽ ഇപ്പൊ ഇതുപോലെ ഒരു മഞ്ഞ വേണമെങ്കിൽ സൈസൊക്കെ ഉപയോഗിക്കാം. പക്ഷെ പാവം വാവച്ചി എന്ത് ചെയ്യും? അയ്യോ ഇതൊക്കെ പിങ്ക് ഇതൊക്കെ ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-6 ഇനാഗുറേഷൻ ഒരുമിച്ച് ചെയ്തു. അപ്പൊ ഒന്നില് വൈറ്റ്, ഒന്ന് റെഡ്, ഒന്ന് വയലറ്റ്. പക്ഷെ വയലറ്റ് ഒക്കെ പറയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പർപ്പിൾ കളറൊക്കെ നന്നായി ചേരുന്നുണ്ട് വാച്ചിക്ക്, കുഴപ്പമില്ല. ചോപ്പ് കുറച്ച് ഇടിവെട്ടായി അത് ഞാൻ ഇട്ടിട്ട് എല്ലാ കളറും ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നില്ലല്ലോ. ഞാനും തിക്കും വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റിലായിക്കോളം പറയും, ചിലതൊക്കെ ഒന്ന് മാത്രം. പക്ഷെ ഉമ്മ പറയലുണ്ട്. കഴിഞ്ഞ സമയം എവിടെ പോയപ്പോ ഏതോ ഒരു ഡ്രസ്സ് എടുത്തപ്പോൾ മാച്ച് കിട്ടിയില്ല. അപ്പോൾ ആവശ്യം പറഞ്ഞു ഇത് തന്നെ ആയിരിക്കും മാച്ച്. അപ്പോൾ ഞാൻ പറയാം വേണ്ട ഇടണ്ട പോന്ന് പറഞ്ഞു. ഉമ്മ പറയും ഓളെ ആഗ്രഹമില്ല, എന്താ ഷമാസ് സംഭവം എന്തോ അലക്കാനെന്തോ ഇട്ട് പോയി, അങ്ങനെ എന്തോ ആയിപ്പോയതാണ്. ആ ചുമ്മാ സിനിമ ഇഷ്ടമാണോ? സിനിമ ഇഷ്ടമാണ്, സിനിമ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനോട് ഒരു ആരാധന ഇല്ല. പക്ഷെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഓഹോ, ഇവളുടെ താല്പര്യത്തിന് അങ്ങനെ താല്പര്യമല്ല ഞാൻ പറഞ്ഞു. സത്യം പുറത്തു വന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, എല്ലാരും ചോദിക്കില്ലേ ഇപ്പൊ നമ്മൾ അമ്മാനയിൽ പോയപ്പോ അവര് ചോദിച്ചു മോഡലാണെന്നൊക്കെ? ആ വണ്ടി സർവീസിന് പോയപ്പോ ഇല്ലാത്ത ഒരാളെ പിടിച്ച് നിർബന്ധിച്ചു. സത്യമായിട്ടുമല്ല ഞാൻ പറയാം, ഭാഗ്യച്ച് സത്യമായിട്ട് മോളോന് ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ഇഷ്ടമില്ലാതൊക്കെ ചെയ്യുമോ? ഇല്ല ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം അമ്മാനായിട്ട് പോയപ്പോ അവിടെ പറഞ്ഞു ഹസ്ബൻഡ് മോഡലാണോ, ഹിന്ദിക്കാരനാന്ന് തോന്നുന്നല്ലേ, മലയാളം അറിയില്ല. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു? പക്ക തലശ്ശേരി, നല്ല മലയാളിയാ, പക്ഷെ മനസ്സിലാവില്ല ഭാഷയെന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കും തോന്നി വാവച്ച് അഭിനയിച്ച് എങ്ങനെ ഇരിക്കും എന്നൊക്കെ. കാരണം എൻ്റെ കുറച്ച് ഭാരം കുറക്കാമല്ലോ. അപ്പോൾ ഇവര് ബിസിനസ് ആണല്ലോ. അപ്പോൾ ഒത്തിരി പേര് പറയും. ഇപ്പം നമുക്ക് ലീഡർ ഡയറക്ടർ ഫൈസൽ അടിമാലി സാർ പറഞ്ഞു സജിത, ക്യാമറമാൻ സാർ ലൈജു സാർ ഭയങ്കര ഇഷ്ടമാണ്, ഇവരെല്ലാവരും കല്യാണത്തിന് വന്നിരുന്നു. സജിത അഭിനയിപ്പിക്കുന്നുണ്ട് ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞു സീരിയൽസിൽ ഇപ്പം ഇല്ല എന്ന് വെച്ചാൽ സിനിമയിലുണ്ടെന്നല്ല, സീരിയലാകുമ്പോൾ മെഗാ സീരിയലാകുമ്പോൾ ഒത്തിരി തിരക്കായി പോകും. അവർക്ക് ബിസിനസ് നോക്കണം. നമ്മളുടെ ഫുഡ് അതാണല്ലോ, ഈ അഭിനയമല്ല, ഇത് ശാശ്വതമല്ല, അതാണ് മെയിൻ, അത് കളയണ്ട. പിന്നെ സിനിമയിലൊക്കെ വല്ല ഹീറോ ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അതാ വേഗം തീരുമല്ലോ. ഹീറോ ആയിട്ടൊക്കെ വിളിക്കുകയാണെങ്കിൽ ചെയ്യാം. അല്ലോടെ ആഡൊക്കെ ഇപ്പൊ ഞങ്ങളിപ്പോ ഒരുമിച്ച് ഒരു ആഡ് ചെയ്തു. എന്റെ നിർബന്ധമൊന്നും അല്ല, അവര് പറഞ്ഞു സജിത ഹസ്ബൻഡും കൂടെ ചെയ്യണം. കാരണം ഓറൻ കിച്ചൺ വേൾഡ് ഒരു ഫാമിലിയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പം അതിനകത്തിങ്ങനെ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിക്ക് എന്താ പറയുക വീട് അടുക്കള അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ പറയാം എൻ്റെ ഷമാസ്കയും കൂടി ഉണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. അത് അവർ തന്ന സ്ക്രിപ്റ്റാണ്, ഞാനല്ല കേട്ടോ. അപ്പോൾ അത് ചെയ്തപ്പോൾ ഫസ്റ്റ് ടേക്ക് തന്നെ വാവച്ച് ഓക്കെ വെച്ചു. ഡയലോഗ് ഉണ്ട് ഇതിന് കിച്ചൺ എന്താ അടുക്കളയല്ല അതിന് ഓറൻ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ തലയിൽ കൈവച്ചല്ല ഡയലോഗ് പറയുമോ എന്നൊന്നും ഞാൻ മിണ്ടിയില്ല, ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിയൊന്നുമില്ല. ഞാൻ ആയിക്കോട്ടെ വാച്ചിന്ന് പറഞ്ഞു. ഫസ്റ്റ് ടേക്ക് ഓക്കെ, ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. വേറെ ഒന്നും പറയും, ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫസ്റ്റ് ഓക്കെ. എല്ലാത്തിലും ഭാര്യ അടുത്ത് വേണമല്ലോ. വാവച്ച് അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ പോവാം. ആലോചിക്കണ്ടേ? അല്ല ഞാൻ അഭിനയിക്കണ്ട, പക്ഷെ വേറൊരു കാര്യമുണ്ട്. അങ്ങനെ വെറുതെ ഞാൻ ഫൈൻ, ഒരു കുഴപ്പമില്ല. ബാക്ക് എടുത്ത് കണ്ണാടി അല്ലെ. ഇപ്പൊ എല്ലാരും പറഞ്ഞപ്പോ ഒരു ആഗ്രഹം വാവച്ചി അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഒത്തിരി പേര് അഭിനയത്തേക്കാൾ കൂടുതൽ പറഞ്ഞ മോഡലിംഗ് ആണ് പറയുന്ന പോലെ. ഷർട്ടിന്റെ ആഡ് അങ്ങനെ 1-2 ആഡ് ഇപ്പൊ ഒന്ന് കല്യാണം കഴിഞ്ഞ് ചെയ്തു, സാമ്പിൾ ആഡ്സ്. ആദ്യം കുറച്ച് ദിവസം സംസാരിക്കുന്ന അഭിനയം വേണ്ട, ഭാവാഭിനയം മാത്രം. ഞാൻ പറയലുണ്ട് ഹിന്ദിയിലൊക്കെ ഊമയായിട്ട് അഭിനയിക്കാൻ എന്ന് പറയുന്ന പോലെ നോക്കാം. ഇപ്പൊ ഞാൻ സജിതയെ ഫിക്സ് ചെയ്തതിന് ശേഷമാണോ സജിതയുടെ സീരിയൽ കണ്ടു തുടങ്ങിയത്? അതിന് മുമ്പ് കാണാറുണ്ടായിരുന്നു? മുമ്പ് കാണൽ കുറവാണ്.
ഈ ഒരു ആളെ നമ്മൾ കല്യാണം, നമുക്കൊരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ലൈഫ് പാർട്ട്ണറാണ്. മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെയുള്ളൊരു കുട്ടിയായിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇതുപോലെ തന്നെയായിരുന്നു? കാണാൻ നല്ല സുന്ദരിയായിരിക്കണം. അതായിരുന്നു ഞാൻ സുന്ദരിയാണോ? സുന്ദരിയാണ്. താങ്ക് യു. അതെ. അപ്പൊ നല്ല ഗോളാ. ആദ്യത്തെ ഡിമാൻഡ് ഓക്കെ. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? നല്ല സ്വഭാവം. അത് ഓക്കെയാണോ? ഓക്കെയാണ്. കുറച്ചുകൂടെ കഴിയട്ടെ അല്ലേ? ഇല്ലില്ല, ഓക്കെയാണ്. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടും ഇത്രയും ഓർത്തഡോക്സ് ആയിട്ട് എങ്ങനെ അത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റി ആണെന്ന് ഒരു പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും പറയലുണ്ട് ഭയങ്കര ജാടയാണ്, അഹങ്കാരം എന്നൊക്കെ പറയും. അത് പ്രൊഫഷണലി പറയുന്ന ചിലപ്പോൾ ഈഗോ ആയിട്ട്. അങ്ങനെ ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയില്ല, ഭാഗ്യ ചേച്ചിക്ക് അറിയാലോ, എന്നാ കുറച്ചില്ലെങ്കിൽ അറിയാലോ. വല്ലപ്പോഴും നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടിട്ടുള്ളൂ, വല്ലപ്പോഴും കാണാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരിടത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് അതിപ്പോൾ ഇവിടെ ഫാമിലിയിലാണെങ്കിൽ തന്നെയും എവിടെ ഇറങ്ങി ചെല്ലുമ്പോഴും അവർക്ക് തോന്നി ഭയങ്കര ജാടയാന്നാ. പക്ഷെ അവർ തന്നെ പറയും ഞങ്ങളൊക്കെ ഭയങ്കര ജാടയായി, ആൾ പാവമാണല്ലോ എന്ന് പറയും. അത് പാവം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന, പക്ഷെ എന്നെ കാണുമ്പോൾ തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ജാട പറയലുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിലും ഞങ്ങളെല്ലാവരും ഓർത്തഡോക്സ് ആണ്. അപ്പം എനിക്ക് ഒരു പ്രൊഫഷണൽ, അതെൻ്റെ ഒരു ജോലിയായിട്ട് മാത്രമാണ് അഭിനയം കാണുന്നതുകൊണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി സാധാ ഒരു നിസ്കാരം അതൊക്കെ ഉണ്ട്, സാധാ നിസ്കാരമുണ്ട്. അതേപോലെ പർച്ചേസിന് കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ സിനിമ കാണാൻ പോവുക. ഇപ്പം എനിക്ക് ഡ്രൈവിങ് കുറച്ചൊക്കെ അറിയുള്ളൂ, വലിയ ഡ്രൈവിംഗ് എന്ന് പറയും. പക്ഷെ ഇതൊക്കെ ആയി എനിക്ക് വലിയ ആളാണ് എന്ന ചിന്തയൊന്നുമില്ല. പക്ഷെ ഇത് അറിയണം ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം. വാവച്ചി പലപ്പോഴും പറയാനുണ്ട് ഡ്രൈവിങ്. ഞാൻ വാവച്ചിൻ്റെ വണ്ടിയിലും കൊണ്ട് മൂടെ കൊണ്ട് തട്ടി പൊട്ടിച്ചിട്ട് വാവച്ചി ഒരു ദിവസം വണ്ടി കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്പർ പ്ലേറ്റ് കിട്ടി പറഞ്ഞു, അതൊന്നും മാറ്റിയിട്ട് അതിലേക്ക് കാണുമ്പോൾ ഞാൻ സൈറ്റിൽ പോയിട്ട് വിടുമ്പോൾ ആൾ പോയി. തിരിച്ചു വന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, ഹസ്ബൻഡ്, ഫാദർ, ഉപ്പ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തൊക്കെ വണ്ടി ദിവസം നേരെ ബാക്കിൽ കൊണ്ട് തട്ടിയിട്ട് ഞാൻ കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ മിനിമം റൂമിനകത്ത് കയറി പോയിച്ച് വന്നപ്പോൾ ലേറ്റ് കത്തുന്നത് ബാക്കിൽ. എന്താ സംഭവമൊന്നുമില്ല, റിവേഴ്സ് എടുത്ത് മതിലേക്ക്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എല്ലാം ഈ കുട്ടിക്കളിയാ എന്ന് വെച്ചാൽ മനപ്പൂർവ്വം ചെയ്യുന്നവരായി പോകുന്നതാണ്. പലപ്പോഴും ചോദിക്കലുണ്ട്, ഒന്ന് ലിപ്സ്റ്റിക്കെങ്കിലും ഇട്ടുകൂടെ, ഒന്ന് കണ്ണെഴുതിക്കൂടെ, അല്ലെങ്കിൽ ഇത് പൗഡർ ഇട്ടുകൂടെ എന്ന്. ഞാൻ എപ്പോഴും അങ്ങനെ ആയത് കാരണം എനിക്ക് എൻ്റെ വീട്ടിലും പ്രൊഫഷണൽ സ്ഥലത്തും രണ്ട് പേഴ്സണാലിറ്റി അത് പക്ക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ഞാൻ വേഗം ഇറങ്ങും, റെഡിയാണ്. ഇപ്പം അമ്മായിമ്മക്ക് തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പം അമ്മ ഞാൻ റെഡിയാണ്, ഫൈൻ ഞാൻ റെഡിയാണ്. നേരെ മറിച്ച് കല്യാണത്തിന് മുമ്പാന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലിയിലൊക്കെ പോകുമ്പോഴേ ഇതുപോലെ തന്നെ മമ്മി ഓടി പർദ്ദായിട്ടിട്ട് വേഗം ഞാൻ ഇറങ്ങിപ്പോകും. പക്ഷേ ഷൂട്ട് സമയത്തോ അല്ലെങ്കിൽ ഒരു ഇനാഗുറേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം ഇത്ര ടൈം. അപ്പോൾ അത് കാരണം ആദ്യമേ ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇനാഗുറേഷന് പോകണമെങ്കിലും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ ചെയ്തു വെക്കും, എൻ്റെ കാര്യം തലേ ദിവസം ചെയ്തു വെക്കും. രാവിലെ ആളെ എണീറ്റിട്ട് ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ആദ്യം ചെയ്തതിന് ശേഷം ഞാൻ റെഡിയായി വന്നിട്ട് വാവച്ചി റെഡി ചെയ്തവർ വാവച്ചി കഴിഞ്ഞിട്ട് വാവച്ചി റെഡിയാകും. അപ്പം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് കറക്റ്റ് ടൈമിങ് ഷൂട്ടിങ്ങിന് ഇപ്പോൾ ശീലിച്ച കാരണം അത് ആദ്യം അങ്ങ് ചെയ്തു വെക്കും തലേ ദിവസം തന്നെ. ഹസ്ബൻഡിൻ്റെ കാര്യം അതിനുശേഷം റെഡിയാക്കി വെക്കും. പിന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ആളെപ്പോയി വിളിക്കും, ആൾക്കുള്ള ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ചായ കൊടുക്കുക എന്താന്നുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പം ശരിക്കും താമസിക്കുന്ന എവിടെയാണ്? എൻ്റെ വീട് ആലപ്പുഴയാണ്, കല്യാണം കഴിച്ച് കൊണ്ടുപോയത് വയനാട്ടിൽ മുട്ടിൽ ഹസ്ബൻഡ് വീട്ടിലാണ്. അവിടെയാണ് ഇപ്പം താമസിക്കുന്നത്? തലശ്ശേരിയിൽ. പക്ഷേ ഭാര്യ ഇങ്ങനെയാണ് തലശ്ശേരി സിസ്റ്റം. പക്ഷെ ഇവര് അമ്മ തലശ്ശേരി ആണെങ്കിലും ഇപ്പൊ കണ്ണൂരല്ലേ, മാത്രമല്ല ഇവര് വയനാട്ടിൽ അങ്ങനെ ഒന്നുമില്ലല്ലേ ഇപ്പൊ അല്ലേ? തലശ്ശേരി ആണെങ്കിൽ ഒക്കെ ഉണ്ട്, നമുക്കില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് വീട്ടിൽ താമസിക്കണം എന്നാ. ഇപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 1-2 ദിവസം അത്രേ ഉള്ളൂ. 3-ാം ദിവസം കാണാൻ ആൾക്കാർ ചോദിക്കും, എന്തായിരുന്നു സജിത വന്നല്ലോ, എന്താ സ്വാഭാവികമായിട്ടുള്ള ഒരിതാണ്. ജസ്റ്റ് പിന്നെ ഞാനിങ്ങനെ വന്നു പോകുന്ന കാരണം വരും പോകും, നിൽക്കത്തില്ല. ഇത്രയും ഓർത്തഡോക്സ് ആയ ഒരു ഫാമിലിയിൽ തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ, വീട്ടിൽ അങ്ങനെയാണെന്ന്. എങ്ങനെയാ ഇൻഡസ്ട്രിയിൽ വരാൻ അങ്ങനെ തോന്നിയത്? എങ്ങനെയാ? ഞങ്ങളുടേതാ ഇത്. പപ്പേൻ്റെ ബ്രദറും ശരിക്കും പറഞ്ഞാൽ പപ്പയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഡോക്ടറാണ്, മുഹമ്മദ് ബേക്ക് എന്ന പേര്, അവർ എറണാകുളത്താണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എൻ്റെ ബ്രദറിനെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാഗസീനെല്ലാം കണ്ട് റിപ്പോർട്ടെല്ലാം കൊടുത്തിരുന്നു കുഞ്ഞിലെ ബാലതാരമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ട്രൈ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ചിത്രവർണ്ണാംബരം തഹസീൽദാർ താമരാക്ഷൻ എന്ന് പറഞ്ഞ പപ്പയും പപ്പയുടെ വേറൊരു ബ്രദറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഷാനവാസ് എന്നാണ്, അതേ ബാങ്കിലാണ്. പുള്ളിക്കാരനും പപ്പയും കൂടെ ചേർന്നിട്ട് ഒരു ടെലിഫിലിം എടുത്തു. അപ്പം അതിലിപ്പോൾ നമ്മുടെ അജ്മൽ അഷ്കർ എന്ന് പറയുമ്പോൾ ഒത്തിരി പടങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് പണ്ട് കുഞ്ഞിലെ ആ ഒരു ടെലി സിനിമ അത് അഭിനയിച്ചു ഞാൻ, തസ്നി ഖാൻ്റെ മകളായിട്ട്. അങ്ങനെ അത് അഭിനയിച്ചതിന് ശേഷം പിന്നെ എനിക്ക് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സാജൻ സാറിൻ്റെ പടം, അങ്ങനെ കുറേ മാഗസീനിലൊക്കെ അങ്ങനെ
ഇതിനെല്ലാം പ്രേരിപ്പിച്ചതും കഷ്ടപ്പെട്ടതും മൊത്തം പപ്പയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞില്ലേ, മുഹമ്മദ് ബേക്ക്. അദ്ദേഹം ഉപ്പാണ് ഫുള്ളെല്ലാം ട്രൈ ചെയ്തത്. അങ്ങനെ അങ്ങനെ ഇല്ല, ഒന്നും പറഞ്ഞില്ല അന്ന് ഒന്നും. ഞാനൊക്കെ ശരിക്കും പറയാൻ ഭയങ്കര ഭാഗ്യം ചെയ്യുന്ന പറഞ്ഞില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു ലെവലിൽ എത്തിത്തീരുമെന്നുള്ള കാര്യം. അല്പം പോലും ഇല്ല, ആരുമില്ല, ആരും ചെയ്യത്തില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ പപ്പയും അമ്മേൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ബാലതാരമായിട്ട് അങ്ങനെ കുറേ പടം ചെയ്തു, പിന്നെ അങ്ങ് സീരിയലിൽ വന്നു, പിന്നെ ഇവിടം വരെ എത്തി. പാടും അല്ലേ? ഞാനോ ബാത്റൂം ചെയ്യടാ പാടും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാഴ്ചക്ക് പാടും. നോക്കട്ടെ, കൊള്ളാമോ നോക്കട്ടെ. പാടൂ പാടൂ ആണോ? പാടി കേൾപ്പിച്ചിട്ടുണ്ടോ? അല്ല, സജിത പാടുവോ? എല്ലാവരും പറഞ്ഞു ഭയങ്കര ഭാഗ്യാണ് ഷമാസിന് സജിനെ പോലെ പെൺകുട്ടി കിട്ടിയത്, പാട്ടൊക്കെ പാടിക്കുന്നൊക്കെ പറഞ്ഞ് ഡെയിലി ആകെ ഉറക്കില്ല. ഉമ്മട് പറയലുണ്ട് എപ്പോഴും ഞാൻ പാട്ട് പാടും. ഉമ്മ കുറെ പഴയ കത്തുപാട്ടൊക്കെ പാടും തലശ്ശേരിയില്ല, നമുക്കൊന്നും മനസ്സിലാവത്തേ ഇല്ല. ഞാൻ പാട്ട് പാടും അല്ലേ? ഇങ്ങനെയാണോ വീട്ടിലെല്ലാ പാട്ടും പാടി കൊടുക്കുന്നത്? അങ്ങനെയല്ല, ചില പാട്ടുകളിലൊക്കെ ഇങ്ങനെ വാച്ചിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടും അല്ലേ വാച്ചി? സന്തോഷം സൈത, ജീവിതം ഇങ്ങനെ എപ്പോഴും ചിരിയും കളിയും സന്തോഷം നിറഞ്ഞതായി. ഞാൻ ചുമ്മാ കളിയാക്കി പറഞ്ഞതാട്ടോ. എന്താ കുറെ നേരം അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. ഷമാസ് പാവംകുട്ടിയാണ്, നന്നായിട്ട് നോക്കൂ. ജീവിതം മനോഹരമായിട്ട് ഇങ്ങനെ പോട്ടെ. താങ്ക് യു. നാളെ പെണ്ണാവട്ടെ.